എല്ലാവർക്കും ഫൈൻഡെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് അരിതമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന പാഠമാണ് പഠിക്കാനായിട്ട് പോണേ. അപ്പോൾ ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധമുള്ള ശ്രേണികൾ എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവരെ സീക്വൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ശ്രേണി എന്ന് വിളിക്കും. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 1, 2, 3, 4 അവരുടെ പ്രത്യേകത എന്താ? 1 കൂട്ടി കൂട്ടി പോവുക, 2, 4, 6, 8 അവരുടെ പ്രത്യേകത അതേപോലെ നമ്മൾ 2 കൂട്ടി കൂട്ടി പോവുക. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9 അവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ സ്ക്വയർ ആയിട്ടാണ് വരണത്. ഇവരൊക്കെ നമ്മൾ ശ്രേണി എന്ന് വിളിക്കും. സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ശ്രേണി എന്ന് വിളിക്കും. പക്ഷെ നമ്മൾ സമാന്തര ശ്രേണീനെ പറ്റിയാണ് ഈ പാഠത്തിൽ പഠിക്കാനായിട്ട് പോണത്. സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ ഒരേ സംഖ്യ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടി കൂട്ടി പോകണം. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. അത് 1ൻ്റെ ടേബിൾ എടുത്തു. 1 × 1 1, 1 × 2 2, 1 × 3 3, 1 × 4 4 അങ്ങനെ ആ ടേബിൾ പൊക്കോണ്ടേയിരിക്കും. ആദ്യത്തെ നമ്പർ 1. ആദ്യത്തെ നമ്പർ എന്നുള്ളപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഒന്നാം പദം എന്ന് വിളിക്കും. അതിൻ്റെ സിമ്പൽ എഫ് ആണ്. നമുക്കത് ഇപ്പം തന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് പഠിച്ച് തരാം. അപ്പോൾ ഫസ്റ്റ് ടേം 1. ഇനി സെക്കൻഡ് 2, തേർഡ് 3, ഫോർത്ത് 4. ആ ശ്രേണി അങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇനി നമുക്ക് അടുത്ത ടേബിൾ, അടുത്തെന്ന് പറയുമ്പോൾ 2ൻ്റെ ടേബിൾ 1 × 2 2. അപ്പോൾ അതിൽ ഫസ്റ്റ് ടേം ഇട്ടാ. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 2, സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ 4, തേർഡ് ടേം എന്ന് പറയുമ്പോൾ 6, ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ 8. അപ്പം ഇതിലും നമ്മൾ ഒരേ സംഖ്യ തന്നെയാണ് കൂട്ടി കൂട്ടി പോണേ. 2ൻ്റെ ടേബിളിൽ നമ്മൾ 2 കൂട്ടി കൂട്ടി പോകണം. അങ്ങനെ ആ കൂട്ടി കൂട്ടി പോണ നമ്പറിനെ നമ്മൾ ഡി അല്ലെങ്കിൽ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കും. അപ്പോൾ ആദ്യത്തെ ശ്രേണിയിൽ പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ 1 ആണ്. രണ്ടാമത്തെ ശ്രേണിയിൽ പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ 2 ആണ്. അടുത്തത് 3 6. അടുത്ത ഡാഷ് ഇട്ടു. അടുത്ത എന്തായിരിക്കും വരിക? നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യത്തെ ടേം ഫസ്റ്റ് ടേം 3 ആണ്, സെക്കൻഡ് ടേം 6 ആണ്, തേർഡ് ടേം 9 ആയിരിക്കും. കാരണം 3 കൂട്ടി കൂട്ടി പോകും. അപ്പോൾ ഇനി നമുക്ക് ഈ ടേബിൾ വിടാം. ടേബിൾ ഒഴിവാക്കി മറ്റൊരു ശ്രേണി അല്ലെങ്കിൽ മറ്റൊരു സമാന്തര ശ്രേണി എടുത്തു നോക്കാം. അപ്പൊ ഇവിടെ തേർഡ് ടേം മൂന്നാം പദം എന്തായിരിക്കും വരിക? ആദ്യത്തെ പദം 25, രണ്ടാമത്തെ പദം 28. അപ്പൊ മൂന്നാമത്തെ പദം ആദ്യത്തെ പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസമായിട്ടുള്ള കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3 കൂട്ടിയപ്പോൾ 28 വന്നു. 28ന്റെ കൂടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 3 കൂട്ടേണ്ടി വരും. 3 കൂട്ടിക്കഴിഞ്ഞാൽ 31 വരും. അപ്പൊ ഈസിയാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഈ കാര്യത്തെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എന്താന്ന് മനസ്സിലാക്കി വയ്ക്കുക. ആദ്യം എഴുതുന്ന ആളാണ് ഫസ്റ്റ് ടേം. അപ്പോൾ ഇവിടെയൊക്കെ ആദ്യം എഴുതിയത് ഇവിടെ ആദ്യത്തെ ശ്രേണിയിൽ 1 ആണ് ഫസ്റ്റ് ടേം, രണ്ടാമത്തെ ശ്രേണിയിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ സീരീസിൽ അല്ലെങ്കിൽ സീക്വൻസിൽ 2 ആണ് ഫസ്റ്റ് ടേം, അടുത്തതിൽ 3 ആണ് ഫസ്റ്റ് ടേം, അടുത്തതിൽ 25 ആണ് ഫസ്റ്റ് ടേം. അപ്പോൾ ടേബിൾ എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിന് എക്സാമ്പിളായി? സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിതമെറ്റിക് സീക്വൻസിന് എക്സാമ്പിളായി. ഇനി നമ്മൾ ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 ഇതങ്ങനെ പൊക്കോട്ടേയിരിക്കും. ഈ ശ്രേണി എവിടെയും നിൽക്കില്ല. അപ്പോൾ 3 6 9 12 അങ്ങനെ പോയി ഒരു 10ാമത്തെ ടൈം നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ അവിടെയാണ് നമുക്ക് കുറച്ചെങ്കിലും ബുദ്ധിമുട്ട് വരും. നമ്മൾ സാധാരണ കൺവെൻഷനൽ ആയിട്ട് അല്ലെങ്കിൽ സാധാരണ വഴി കൂടെ നമ്മൾ 3 6 9 അത് കഴിഞ്ഞാൽ 15 വരും, 18 വരും, 21 വരും, അങ്ങനെ കൂട്ടി പോയിട്ട് നമുക്ക് 10ാം പദം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് പോകുമ്പോൾ ഫസ്റ്റ് ടൈം 3 6 9 12 15 18 21 24 27 30. അപ്പോൾ 10ാമത്തെ പദം എന്ന് പറയുമ്പോൾ 30 ആയിരിക്കും വരിക. അതായത് പറഞ്ഞു മനസ്സിലായാലോ? 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്. പൊതുവ്യത്യാസം 3 ആണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം പൊതുവ്യത്യാസം കൂട്ടി പോകണം. അപ്പോൾ 5ാമത്തെ പദം 15 വരും,
ആറാമത്തെ പദം 18 വരും, ഏഴാമത്തെ പദം 21 വരും. നമുക്ക് അടുത്തൊരു ശ്രേണി എടുത്തു നോക്കാം. ഞാൻ 3 ഡാഷ് ഇട്ടു. നിങ്ങൾക്ക് ഏകദേശം അടുത്ത് എന്താ വരിക എന്നുള്ളത് മനസ്സിൽ കാണാനായിട്ട് പറ്റും. 36, 42, ഇവിടെ ആരെ കൂട്ടി? 6 കൂട്ടി. അതിൻ്റെ കൂടെ വീണ്ടും എന്ത് കൂട്ടേണ്ടി വരും? 6 തന്നെ കൂട്ടേണ്ടി വരും. കാരണം ഇതെല്ലാം എന്താണ്? സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ? അതിന് പൊതു വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 48 വരും. 48ന്റെ വീണ്ടും 6 കൂട്ടിക്കഴിഞ്ഞാൽ 54 വരും. വീണ്ടും 6 കൂട്ടിക്കഴിഞ്ഞാൽ 60 വരും. മോളിൽ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, പിന്നെ നേരെ എഴുതിയിരിക്കുന്ന nth ടേമാണ്. ഇപ്പം nth ടേമിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, ഏതോ ഒരു നമ്പർ. ഇപ്പോൾ 100ാമത്തെ ടേം നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ആ ഒരു കാര്യമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോണേ. ഇവിടെ ഫസ്റ്റ് ടേം ഞാനൊരു 43 തന്നു, സെക്കൻഡ് ടേം 50 തന്നു, തേർഡ് ടേം 57 തന്നു. ഇനി നമ്മളോട് പറയാണ് ഇതിൻ്റെ ഒരു 10th ടേം. അപ്പോൾ 10th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ n-ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ nth ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്യണം, f + n - 1 × d. ഇനി അതിലുള്ള ആൾക്കാരൊക്കെ എന്താണെന്ന് പഠിക്കാം. ആദ്യം പറഞ്ഞു f + n - 1 × d. അതിൽ f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമാണ്. അപ്പോൾ നമുക്കിവിടെ താഴത്ത് f എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ 1-ാം പദം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രാം പദമാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ 100-ാം പദം എന്ന് പറഞ്ഞു, അപ്പോൾ 100 ആണ് അവിടെ n. അല്ലെങ്കിൽ 101 ആണെങ്കിൽ 101-ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു, അപ്പോൾ 101 ആണ് n. 120-ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു, അപ്പോൾ 120 ആണ് n. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടേമാണോ ആ ടേമിനെയാണ് നമ്മൾ n എന്ന് വിളിക്കുക. d എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ടേം 43, സെക്കൻഡ് ടേം 50, തേർഡ് ടേം 57 നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് 10ാമത്തെ ടേം 10th ടേം കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ 10th ടേമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ nth ടേം എന്ന് മാറ്റി പകരം എന്താക്കി? 10th ടേം എന്നാക്കി. ഇക്വേഷൻ എന്താ? f + n - 1 × d. അതിൽ f എത്രയാ? 43 പ്ലസ് n എത്രയാ? എത്രാമത്തെ പദം കണ്ടുപിടിക്കണ്ടേ? 10ാമത്തെ പദം കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ 10 - 1 × d. പൊതു വ്യത്യാസം എത്രയാ? 43ന്റെ കൂടെ 7 കൂട്ടിയ 50, 50ന്റെ കൂടെ 7 കൂട്ടിയ 57. അതായത് 7 കൂട്ടി പോകണം. എത്രയാണോ കൂട്ടി പോണേ അതിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം എന്ന് വിളിച്ചത്. അപ്പോൾ അത് എത്രയാ? അത് 7 ആണ്. അപ്പോൾ 43 പ്ലസ് 10 പോയാൽ 9 × 7. 43 പ്ലസ് 9 × 7 63. 40 60 കൂട്ടിക്കഴിഞ്ഞാൽ 100, 3 3 കൂട്ടിക്കഴിഞ്ഞാൽ 6. അപ്പോൾ 100 6 കൂട്ടിക്കഴിഞ്ഞാൽ 106. നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇക്വേഷൻ ഇല്ലാതെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? തേർഡ് ടേം 57, ഫോർത്ത് ടേം അതിലൂടെ 7 കൂട്ടുക 64, ഫിഫ്ത്ത് ടേം അതിലൂടെ വീണ്ടും 7 കൂട്ടുക 71, സിക്സ്ത് ടേം വീണ്ടും 7 കൂട്ടുക, അങ്ങനെ 7 കൂട്ടി പോവുക. നമ്മളിവിടെ ചെയ്യണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പൊതുവ്യത്യാസം ഉണ്ടാവും. ആ പൊതുവ്യത്യാസം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? കൂട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കൂട്ടി നമുക്ക് അതിലുള്ള ഏത് ടേം വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 1 2 3 എക്സാമ്പിൾ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തൊരു ഭാഗം ഇതിൽ തന്നെ വേറൊരു ഭാഗത്തേക്ക് കിടക്കാം. അടുത്തെന്ന് പറയുമ്പോൾ നമ്മളോട് ഒരു 25-ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു. 25-ാം പദം nth ടേം കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ച ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വയ്ക്കുക, f + n - 1 × d. അതിൽ f എന്താ? ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം,
എന്നെന്താ എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കേണ്ടത് ആ പദം അല്ലെങ്കിൽ ടേം. ഡി എന്താ പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. നമുക്കിവിടെ തന്നിരിക്കണതിൽ 49 ഫസ്റ്റ് ടേം. 49 പ്ലസ് എത്രയാ 25-ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 25 മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ് 49-ന്റെ കൂടെ 4 കൂട്ടി 53, 53-ന്റെ കൂടെ വീണ്ടും 4 കൂട്ടി 57. അപ്പൊ എത്രയാണ് നമ്മൾ കൂട്ടി പോണേ? 4 കൂട്ടി പോണേ. അപ്പൊ ഞാൻ പറഞ്ഞു കൂട്ടി പോണ ആൾ എത്രയാണോ അയാളാണ് പൊതു വ്യത്യാസം, അയാളാണ് കോമൺ ഡിഫറൻസ്. അപ്പൊ ഇൻറ്റു 4 49 പ്ലസ് 25 മൈനസ് 1 25 1 പോയാൽ 24 ഇൻറ്റു 4. ഇത് ചെയ്യാനായിട്ട് ഒരു എളുപ്പവഴിയുണ്ട്. ആദ്യം നമുക്ക് 20 ഇൻറ്റു 4 ചെയ്യാം. 2 ഇൻറ്റു 4 ചെയ്യാറ് എത്രയാണ് 8. അപ്പുറത്തൊരു 0 ചേർക്കുക 80. 4 ഇൻറ്റു 4 ചെയ്യാറ് 16, 80 16 96. അപ്പോൾ 49 പ്ലസ് 96. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ അറിയാം. 90 പ്ലസ് 40 എത്രയാണ് 130. അതിൻ്റെ കൂടെ 6 9 15. 130 15 145. 145. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഈസിയാണ്. ഇതേപോലെ ഏത് ടേം ചോദിച്ചാലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒരേ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആൾക്കാരെ ഒന്നും കൂടി മനസ്സിലാക്കി വയ്ക്കുക, ഇക്വേഷൻ മനസ്സിലാക്കി വയ്ക്കുക, ആ ഇക്വേഷൻ പഠിക്കുക. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാനായിട്ട് പറ്റും. ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ ഒരു കൊച്ചു കാര്യം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഇക്വേഷൻ്റെ ഫയൽ. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ PSC SSC പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് മൊത്തം ഞാൻ ഇതേപോലെ A4 ഷീറ്റിൽ ചെറുതാക്കിയിട്ട് എഴുതി വയ്ക്കും. അപ്പം ഇങ്ങനെ ചെയ്യണതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ട് പഠിക്കണം ഓരോ ഇക്വേഷനും എഴുതി വെച്ച് നമ്മൾ അവസാന നേരം നമുക്ക് ഇക്വേഷൻ തപ്പേണ്ട ആവശ്യം വരില്ല. ഈ ഫയൽ എടുക്കുക, ആ ഫയലിൽ നമ്മൾ സ്പോട്ടിൽ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നോക്കുക, അത് പഠിക്കുക. അപ്പം അത്ര ഈസിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയുക. ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യമായിട്ട് പഠിച്ച ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nth ടേം കാണാനുള്ള ഇക്വേഷൻ ആണ് f + n - 1 × d. സ്പോട്ടിൽ നിങ്ങൾ ഇതേപോലെ ഒരു ഫയൽ വാങ്ങുക, പിന്നെ അതുപോലെ A4 ഷീറ്റ് വാങ്ങുക. ആ A4 ഷീറ്റിൽ ഇക്വേഷൻസിൻ്റെ ഭാഗത്ത് ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ എഴുതി വയ്ക്കുക. ഇനി അങ്ങോട്ട് ഒരുപാട് ഇക്വേഷൻസ് പഠിക്കും. ആ ഇക്വേഷൻ മൊത്തം നമ്മൾ ഒരു പേജിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ബുക്കിലോ എന്തെങ്കിലും ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ട് ആ ഇക്വേഷൻ മാത്രമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ട് ഗുണമുണ്ടാവും. ഇനി നമ്മൾ ഇതിൽ ഫസ്റ്റ് ടേം നമുക്ക് തരില്ല, പകരം വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ടേം ആയിരിക്കും തരിക. എക്സാമ്പിൾ ആണെങ്കിൽ ഇവിടെ 3rd ടേം 34 തന്നു, 6th ടേം 67 തന്നു. നമ്മളോട് ഇനി അതിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറയും, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറയും. എല്ലാം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. അപ്പോൾ പദവ്യത്യാസം ഇതിൽ പദം ആരാ 3rd ടേം ആരാ 34. അതുപോലെ 6th ടേം ആരാ 67. അല്ലെങ്കിൽ 3-ാം പദം 34, 6-ാം പദം 67. അപ്പോൾ പദം ആരാ 34, അതുപോലെ 67. അപ്പോൾ പദങ്ങളുടെ വ്യത്യാസം. അപ്പോൾ പൊതുവ്യത്യാസത്തിന് നമ്മൾ സിമ്പിളായിട്ട് പഠിച്ച ഡി ആയിരുന്നു. അപ്പോൾ ഡി = 67 മൈനസ് 34 ഡിവൈഡഡ് ബൈ അവരുടെ സ്ഥാനങ്ങൾ എത്രയ്ക്കുക 6ഉം 3ഉം. അപ്പോൾ അവർ വ്യത്യാസം എങ്ങനെയാണ് 6 - 3. ഇനി 34 40 ആവാൻ 6ഉം കൂടെ വേണം. 6ഉം 40-ൻ്റെ കൂടെ 20 കൂട്ടിയാൽ 60, അതായത് 26. 26 7 33. 6-ന്ന് 3 പോയി കഴിഞ്ഞാൽ 3 തന്നെ. 3-ൽ 3 ഒരു വട്ടം, ഈ 3-ൽ ഒരു വട്ടം, ഉത്തരം 11 എന്ന് കിട്ടി. നമുക്ക് പൊതുവ്യത്യാസം കിട്ടി 11. ഇനി 3-ാമത്തെ പദം ഇവിടെ ഹെഡിങ് വെക്കുകയാണ്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. അപ്പൊ 3rd ടേം 34. 4th ടേം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാ. ഈ 34-ന്റെ കൂടെ പൊതുവ്യത്യാസമായിട്ടുള്ള 11 കൂട്ടും. 34 10 44 1 45. മുന്നോട്ട് പോകുന്തോറും കൂട്ടി പോവുകയാണെങ്കിൽ പിന്നോട്ട് വരുന്തോറും കുറച്ച് വരികയാണ് വേണ്ടത്. അപ്പോൾ 3rd ടേം 34 ആണെങ്കിൽ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് ഈ 3rd ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊതുവ്യത്യാസമായിട്ടുള്ള 11 കുറയ്ക്കണം.
34 10 പോയാൽ 24, 24 1 പോയാൽ 23. വീണ്ടും ഫസ്റ്റ് ടൈം കിട്ടാനായിട്ട് വീണ്ടും 11 കുറയ്ക്കണം. 23 10 പോയാൽ 13, 13 1 പോയാൽ 12. ഈസി ആണല്ലോ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന്ന് 9th ടൈം കണ്ടുപിടിക്കണം. 9th ടൈം എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ 6th ടൈം വന്നിട്ടുണ്ട് 67. 6th ടൈമിന്റെ കൂടെ എത്ര വട്ടം നമ്മൾ കോമൺ ഡിഫറൻസ് കൂട്ടേണ്ടി വരും? 7th ടൈം കിട്ടാനായിട്ട് അപ്പൊ നമുക്ക് ഇത് വയ്ക്കാം. 7th ടൈം കിട്ടാനായിട്ട് നോക്കിക്കോട്ടോ, 6th ടൈമിന്റെ കൂടെ പ്ലസ് ഒരു വട്ടം നമ്മൾ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി, 11 കൂട്ടി. ഇനി 8th ടൈം കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ 7th ടൈമിന്റെ കൂടെ, അതായത് ഈ 6th ടൈമിന്റെ ഒപ്പം 11 കൂട്ടിയതിന്റെ കൂടെ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? 11 കൂട്ടേണ്ടി വരും. 6th പ്ലസ് 2 ഇൻറ്റു 11, അതിന്റെ അർത്ഥം എന്താ? 2 വട്ടം 11 കൂട്ടണം. ഈ 9th ടൈം, അതായത് ഈ 8th ടൈമിന്റെ കൂടെ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? 11 കൂട്ടേണ്ടി വരും. അതായത് 6th ഒപ്പം 3 വട്ടം 11 കൂട്ടേണ്ടി വരും. അതായത് 6th ടൈം എത്രയാ തന്നിട്ടുണ്ടല്ലോ? 67. അപ്പൊ 67ന്റെ ഒപ്പം 3 വട്ടം 11 കൂട്ടേണ്ടി വരും. 67ന്റെ ഒപ്പം 3 ഇൻറ്റു 11 33. ഇത്ര വരിക? 67ന്റെ കൂടെ 3 കൂട്ടി 70, 70ന്റെ കൂടെ 30 കൂട്ടിയ 100. എളുപ്പമാണല്ലോ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇവിടെ 2 കാര്യങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. ഒന്ന് 10th ടൈം 46, 11th ടൈം 51. അപ്പൊ 12th ടൈം നിങ്ങൾക്ക് പറയാൻ പറ്റും. ന്റെ കൂടെ 5 കൂട്ടി കഴിഞ്ഞാൽ 51. അപ്പൊ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാ? 5 ആണ്. അപ്പോൾ ആ 5 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 51ന്റെ കൂടെ വീണ്ടും കൂട്ടേണ്ടി വരും. 56 വരും. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോണത് നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈമിലേക്കുള്ള ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് പോകും. എങ്ങനെയാ? nth ടൈം ഈക്വൽ ടു f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ ഈ പ്ലസ് സമത്തിന്റെ ഇപ്പുറത്തേക്ക് വന്ന എന്താവും? മൈനസ് ആയിട്ട് മാറും. അപ്പോൾ nth ടേം മൈനസ് n മൈനസ് 1 ഇൻറ്റു ഡി സമം എഫ് എന്ന്. എഫ് എന്താ? ഫസ്റ്റ് ടൈം. അപ്പൊ ഇത് എന്ത് കാണാനുള്ള ഇക്വേഷനാ? ഫസ്റ്റ് ടൈം കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ 10th ടൈം നമുക്ക് 46 തന്നിട്ടുണ്ട്. അപ്പോൾ nth ടേം ആണ് അല്ലെങ്കിൽ പദമാണ്. ആ പദം ആരാ? 46. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 46 കൊടുക്കുക മൈനസ് n. എന്ത് വരിക? 10ാമത്തെ പദം അല്ലെങ്കിൽ എന്നാം പദം. എന്നാരാ അവിടെ? 10 ആണ്. അപ്പോൾ 10 മൈനസ് 1 ഇൻറ്റു ഡി. നമ്മളിവിടെ പൊതുവ്യത്യാസം കണ്ടുപിടിച്ചു. എത്രയാ? 51 നമ്മൾ 46 കുറച്ചു. കാരണം തൊട്ടടുത്ത ടേമുകളാ, അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ആര്? പൊതുവ്യത്യാസം. അപ്പോൾ ഇവിടെ ഡി എത്രയാ? 5. അപ്പൊ 5 എന്ത് ചെയ്യുക? ഇവിടെ ഇട്ട് കൊടുക്കുക. 46 മൈനസ് 9 ഇൻറ്റു 5. 46 മൈനസ് 45 1. ഫസ്റ്റ് ടൈം നമുക്ക് എത്ര കിട്ടി? 1. ഇതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? അവിടെ 10th ടൈം 46. അപ്പൊ 9th ടൈം എന്താ വരിക? 46 നമ്മൾ പൊതുവ്യത്യാസം കുറയ്ക്കും. മുന്നോട്ട് പോകുമ്പോൾ കൂട്ടും, പിന്നോട്ട് വരുമ്പോൾ കുറയ്ക്കും. അപ്പോൾ 41 വരും. അപ്പൊ 8th ടൈം എത്ര വരിക? വീണ്ടും 5 കുറയ്ക്കണം. എത്രയാ? 36. 7th ടൈമോ 31. 6th ടൈമോ 26. 5th ടൈമോ 21. 4th ടൈം വീണ്ടും 5 കുറയ്ക്കണം. 16. 3rd 11. സെക്കൻഡ് 1 6. ഫസ്റ്റ് 1 വരും. അപ്പോൾ ഇവിടെ നമ്മൾ 5 കുറച്ച് വന്നു. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വഴിയായ കാരണം തന്നെ നമുക്ക് എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ഇട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഫയൽ എടുക്കുക. ആ ഫയലിലൊരു A4 ഷീറ്റ് എടുക്കുക. A4 ഷീറ്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻസ് മൊത്തം ഭദ്രമാക്കി വെക്കുക. നമുക്ക് അത്രയും വിലപിടിപ്പുള്ളതാണ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ നോക്കാനായിട്ട് നമുക്ക് ആ ഒരു A4 ഷീറ്റ് അല്ലേ ഉള്ളൂ. നമ്മളൊരു ബുക്ക് എടുക്കണേക്കാൾ എത്രയോ എളുപ്പമാണ് നമുക്ക് ആ A4 ഷീറ്റ്. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്തു നോക്കുക. ഇനി നമ്മൾ ഓരോ സമാന്തര ശ്രേണിയുടെ തുക കാണാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സമാന്തര ശ്രേണി എടുക്കുകയാണ് 2, 4, 6. അപ്പോൾ അത് മതി. ഈ 3 ആൾക്കാരുടെ തുക കാണാനായിട്ട് നമ്മൾ 2ൻ്റെ കൂടെ 4 കൂട്ടും, അപ്പോൾ 6 വരും. ഈ 6ൻ്റെ കൂടെ വീണ്ടും 6 കൂട്ടും, അപ്പോൾ 10 വരും. അപ്പോൾ ഈ 2, 4, 6 എന്ന ശ്രേണിയുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10. അപ്പം ഇതേപോലെ നമുക്ക് ഒരുപാട് ശ്രേണിയുടെ അല്ലെങ്കിൽ ഒരുപാട് നമ്പറുകളുടെ തുക കണ്ടുപിടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇക്വേഷനാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ കൂട്ടി കൂട്ടി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അപ്പോൾ അതിനായിട്ടുള്ള ഇക്വേഷനും അതിന് മുന്നേ തന്നെ 1-2 എക്സാമ്പിൾ നോക്കി നോക്കാം. അപ്പോൾ ആ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും അതിൽ. ഇവിടെ 3 ടേമും അല്ലെങ്കിൽ 3 പദം അല്ലെങ്കിൽ 4 പദമൊക്കെ ആയ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 3, 6, 9, 9, 9, 18. അപ്പോൾ 3, 6, 9 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയാ? 18. അടുത്ത ആളുടെ 7, 14, 21, 21, 21, 42, 42, 28. എങ്ങനെ കൂട്ടുക? 42, 20, 62, 62, 8, 70. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഈ വിരലിൽ എണ്ണാവുന്ന സംഖ്യകളായ കാരണം തന്നെ നമ്മൾ മനസ്സിൽ കൂട്ടി കൂട്ടി പോയി. പക്ഷെ ഇതേ സ്ഥാനത്ത് ഈ ശ്രേണിയുടെ 7, 14, 21 അങ്ങനെ പോയിട്ടൊരു 50-ആം പദം അത് എത്ര വരും നമുക്കറിയില്ല. അപ്പം അത്രയും പദങ്ങളുടെ തുക കാണണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 50-ആം പദം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. തുകാസമം അല്ലെങ്കിൽ സം ഈക്വൽ ടു n/2 ഇൻറ്റു എന്താ എത്രാമത്തെ ടേം, അത് nth ടേം, അതായത് അതിലുള്ള എത്രാമത്തെ ടേമാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? n എന്ന് വിളിക്കുക. 2f പ്ലസ് അതിൽ f എന്താ? ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം. n-1 ഇൻറ്റു ഡി. ഡി എന്താ? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 50-ാമത്തെ ടേം അല്ലെങ്കിൽ 50-ാമത്തെ പദം. അപ്പോൾ നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് 50 എന്നിട്ട് കൊടുക്കും /2 ഇൻറ്റു 2f. 2 ഇൻറ്റു എഫ് എത്രയാ? ആദ്യ പദം. ആദ്യ പദം എത്രയാ? 7. 2 ഇൻറ്റു 7 പ്ലസ് എത്രയാ? 50. നമുക്ക് 50-ാം പദമാണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 50 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 50 - 1 ഇൻറ്റു ഡി. ഡി എത്രയാ? 7 കൂടെ 7 കൂട്ടിയാൽ 14. അപ്പോൾ പൊതുവ്യത്യാസം എത്രയാ? 7. ഇനി 50/2 ഇൻറ്റു 2 ഇൻറ്റു 7 14 പ്ലസ് 50 നിന്ന് പോയാൽ 49 ഇൻറ്റു 7. നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ബോർഡ് മാസ് പ്രകാരം ബ്രാക്കറ്റ്, പിന്നെ അതുപോലെ ഓഫ്, ഡി ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡീഷൻ, എസ് സബ്ട്രാക്ഷൻ. 50/2 ഇൻറ്റു 14 പ്ലസ് ആദ്യം നമ്മൾ പ്ലസ് ഇൻറ്റു തന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യം ഏത് ചെയ്യണം? ഇൻറ്റു വേണം ചെയ്യാൻ. 49 ഇൻറ്റു 7 അത് ചെയ്യാനായിട്ട് ഒരു വഴിയുണ്ട്. 4 ഇൻറ്റു 7 എത്രയാ? 28. 280. 40 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 280 പ്ലസ് 9 ഇൻറ്റു 7 എത്ര വരിക? 63. എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടുക. എത്രയാ? 3, 4 ബാക്കി 1, 3. 343. ഇപ്പം ഇവിടെ 343 ഉണ്ട്. ഇവിടെ 50/2 ഇൻറ്റു 14 പ്ലസ് 343 ഉണ്ട്. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂട്ടുക. 50/2 ഇൻറ്റു 14 343 കൂട്ടുക. എങ്ങനെയാ? 340 10 കൂട്ടിയാ 353, 4 കൂട്ടിയാ 357. ഇത് ചെയ്യാൻ ഒരു വഴിയുണ്ട്. നമുക്ക് 5 കൊണ്ട് ഗുണിക്കാനായിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട്. എങ്ങനെയാ? സംഖ്യയുടെ പകുതി കാണുക, ഇരട്ട സംഖ്യയാണ് 0 ചേർക്കുക, ഒറ്റ സംഖ്യയാണെങ്കിൽ എന്ത് ചെയ്യുക? 5 ചേർക്കുക. അപ്പോൾ ഇവിടെ ഇതിന്റെ പകുതി എത്ര വരിക? 3ന്റെ പകുതി അറിയില്ല, പക്ഷെ 2ന്റെ പകുതി അറിയാം. 1 ബാക്കി 1 15 7 വട്ടം പോവും. ബാക്കി 1 17
8 വട്ടം പോവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒറ്റ സംഖ്യയാണ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്ത് ചേർക്കണം? 5 ചേർക്കണം. 50 കൊണ്ടാണ് ഗുണിക്കണേ, അപ്പോൾ ലാസ്റ്റ് എന്തും കൂടി ചേർക്കണം? ഒരു 0 കൂടി ചേർക്കണം. നമ്മൾ 5 കൊണ്ട് ഗുണിച്ച കാര്യമാണ് ഈ ടെക്നിക്ക്. അപ്പോൾ 50 കൊണ്ടാകുമ്പോൾ ഒരു 0 കൂടി ചേർക്കണം. അപ്പോൾ 17,850/2 എന്ന് വരും. ഇനി ഇതിനെ ഹരിക്കാനും എളുപ്പമാണ്. എങ്ങനെയാ? 1 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ 17 കൊണ്ട് ഹരിക്കുക. എത്രയാ? 8, ബാക്കി 1, 18 9 വട്ടം പോവും, 5 2 വട്ടം പോവും, ബാക്കി 1 10 5 വട്ടം പോവും. അപ്പൊ ഇതാണ് ഇവിടെ നമുക്ക് തുകയായിട്ട് കിട്ടി. ഏത് തുക ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരേ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫയൽ എടുക്കുക, A4 ഷീറ്റ് എടുക്കുക, ആ A4 ഷീറ്റിൻ്റെ അകത്ത് ഈ ഇക്വേഷൻ എഴുതി വയ്ക്കുക. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം 50 തന്നു, 10th ടേം 140 തന്നു. ഇങ്ങനെ തരികയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആദ്യത്തെ 10 പദങ്ങളുണ്ട്, ഫസ്റ്റത്തെ 10 ടേമിന്റെ തുക കാണാൻ, അതായത് സമ്മ് കാണാനായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ഈസി ആയിട്ടുള്ള ഇക്വേഷനാ. n/2 × f + l. അപ്പോൾ അതില് L നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ നമുക്ക് ഇപ്പൊ പഠിക്കാം. L എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം അല്ലെങ്കിൽ അവസാന പദം. L = ലാസ്റ്റ് ടേം അല്ലെങ്കിൽ അവസാന പദം. നമുക്ക് നോക്കാം n/2. നമുക്ക് ഇവിടെ 10 ടേമുകളുടെ തുകയാണ് കണ്ടുപിടിക്കുന്നത്. 10 ടേമുകളുടെ തുക. അപ്പോൾ 10/2 × f എത്രയാ? ഫസ്റ്റ് ടേം എത്രയാ? 50 + ഇതിൽ ലാസ്റ്റ് ടേം, അതായത് നമുക്ക് എത്ര വരെയുള്ളത് കണ്ടുപിടിക്കണ്ടേ? 10 വരെയുള്ള. അപ്പോൾ 10th ടേം എത്രയാ വരിക? 140 വരും. ആദ്യം ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ 10/2 5 ആണ്. 5 × 50 + 140 എത്ര വരിക? 190 വരും. ഇത് ഗുണിക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട്. ഇത് ഇരട്ട സംഖ്യയാണ്. പകുതി കാണുക 0 ചേർക്കുക, പകുതി കാണുക 0 ചേർക്കുക. 1ന്റെ പകുതി അറിയില്ല, 19ന്റെ പകുതി അറിയാം, 18ന്റെ പകുതി 9, ബാക്കി 1, 10ന്റെ പകുതി അറിയാം 5. നമ്മൾ എന്ത് ചെയ്യുക? ഒരു 0 ചേർക്കുക, ഒരു 0 ചേർക്കുക. ഇതായിരിക്കും ആദ്യത്തെ 10 പദങ്ങളുടെ തുക വരും. ഇതിന്റെ കൂടെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ടും കൂടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നോക്കുകയാണ്. എങ്ങനെ വരിക? സം തുക സമം n/2 × 12 + n - 1 × d. അതൊരു ഫസ്റ്റ് ടേം അറിയാം, പക്ഷെ ആരില്ല, പൊതുവ്യത്യാസമില്ല. അപ്പോൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് ആണ് ഇക്വേഷൻ നമുക്കറിയാം. എന്താ കോമൺ ഡിഫറൻസ് = നമുക്ക് എപ്പോഴും കോമൺ ഡിഫറൻസ് എഴുതുമ്പോൾ d എന്ന് ബ്രാക്കറ്റിൽ എഴുതി പഠിക്കുക. അപ്പോൾ d എന്താ? കോമൺ ഡിഫറൻസ്. അപ്പോൾ നമ്മളത് തറ ആവും. നമ്മൾ ആ d എന്ന് ഒപ്പം എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. നമുക്കറിയാം ടേംസിന്റെ ഡിഫറൻസ് / പൊസിഷന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ പദവ്യത്യാസം / സ്ഥാന വ്യത്യാസം. അപ്പോൾ ഇവിടെ പദങ്ങൾ ആരൊക്കെയാ? 140 50. അതായത് 140 50 കുറച്ചിട്ട് പദവ്യത്യാസമായി അല്ലെങ്കിൽ ടേം ഡിഫറൻസ് ആയി. സ്ഥാന വ്യത്യാസം 10 1 കുറയ്ക്കുക. 140 50 പോയാൽ 90 വരും. 10 1 പോയാൽ 9 വരും. 90/9 എത്ര വരിക? 10. 9 ഒരു വട്ടം. ഇനി ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. നമ്മൾ നേരെ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കും. സം = അല്ലെങ്കിൽ തുക സമം n എത്ര വരിക? 10 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ 10 ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 10/2 × 2 × f എത്രയാ? 50 + എത്രയാ? 10 പദങ്ങളുണ്ട്. അപ്പോൾ 10 - 1 × d നമ്മൾ 10 കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കോഡ് മാസ്റ്റർ റൂൾ യൂസ് ചെയ്യേണ്ടി വരും. ആദ്യം ഈ ബ്രാക്കറ്റ് വേണം നമ്മൾ ഓപ്പൺ ചെയ്യാൻ. 2 × 50 എത്രയാ? 100. 10 9 1 പോയാൽ 9 എന്ന് വരും. × 10. 9 × 10 90. 10/2
5 ഇൻറ്റു 100 + 90 190. അപ്പൊ ഞാൻ 5 കൊണ്ട് കുടിക്കാനുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 19 പകുതി എത്ര വരിക? 9. ബാക്കി 1. 10ന്റെ പകുതി 5. നമ്മൾ എന്ത് ചെയ്യണം? 5 കൊണ്ട് കുടിക്കുമ്പോൾ ഇരട്ട സംഖ്യ ആണെങ്കിൽ ലാസ്റ്റ് ഒരു 0 ചേർക്കണം. ഈസിയാണ്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇത് നമുക്ക് ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവരെ തുക കാണാനായിട്ട് നമുക്കൊരു വഴിയുണ്ട്. പിന്നെ അതുപോലെ അവരുടെ മിഡിൽ ടേം മധ്യപദം കാണാനായിട്ടൊരു വഴിയുണ്ട്. അപ്പോൾ ഇവിടെ 1, 3, 5 എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 എടുത്തു. 3 എനിക്ക് ഉത്തരമായിട്ട് കിട്ടണം. ബാക്കിയുള്ള 2 പേരെ വെച്ച് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് 3 ഉത്തരമായിട്ട് കിട്ടുമെന്ന് നോക്കാം. 5ഉം 1ഉം കൂട്ടിക്കഴിഞ്ഞാൽ 6ആണ്. 6ന്റെ പകുതി 3ആണ്. ഇതേപോലെ ഏത് നമ്പർ എടുത്തിട്ടും നമുക്കത് ഈ സെയിം കാര്യം ഇപ്പം ചെയ്തത് എന്താണോ അത് തന്നെ ചെയ്തു നോക്കാം. നമുക്ക് 5, 7, 9, 11 ഒരാളെ കൂടി ചേർക്കാം. 11. അപ്പോൾ ഇതിൽ 2 ആൾക്കാരെ കൂട്ടിയിട്ട് അവരെ പകുതി അതായത് ഫസ്റ്റ് ടേമിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ പദത്തിൻ്റെയും ലാസ്റ്റത്തെ പദത്തിൻ്റെയും സമ്മ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പകുതി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നടുക്കിലെ ടേം കിട്ടുമെന്ന് നോക്കണം. 5ഉം 13 എത്രയാ? 18. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് പോവാം. മിഡിൽ ടേം മധ്യപദം കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആവുമ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അതായത് /2 ചെയ്യണം. അതായത് ഈ 9 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5ഉം 13ഉം കൂട്ടിയിട്ട് /2 ചെയ്താൽ മതി. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഇതേപോലെ ഈ 7ഉം 11ഉം കൂട്ടിയിട്ട് /2 ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? 9നെ കിട്ടും. ഇനി അതുപോലെ ഇതിന്റെ തുക കാണാനുള്ള ഒരു കേസും കൂടി പഠിക്കാം. ഈ ഓഡ് നമ്പേഴ്സ് ആവുമ്പോൾ അതായത് 3 നമ്പറുകൾ ഈ ഓഡ് നമ്പേഴ്സ് ആവുമ്പോൾ അതും അരിതമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. 1, 3, 5 3ഉം കൂടി കൂട്ടിയപ്പോൾ എനിക്ക് 9 എന്ന് കിട്ടി. ഈ 9 ഈ 3 സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. ആരായിട്ടാ? ഈ 3നെ 3 കൊണ്ട് ഗുണിച്ചതാണ് 9. ഇനി ഇവിടെ 5, 7, 12, 12, 9, 21, 21, 11, 31, 32, 32, 10, 42, 3, 45. അപ്പൊ ഈ 45ന് ഇതിലെ മധ്യപദമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ മിഡിൽ ടൈം ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. ഈ 9നെ എത്ര എണ്ണം ഉണ്ടോ അത്രയും കൊണ്ട് ഗുണിച്ചതാണ് നമ്മൾ എന്ത് 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ 9 × 5 45. അപ്പൊ സം ഈക്വൽ ടു നമ്മൾ നമ്മുടെ ഇക്വേഷന്റെ ഭാഗം എടുക്കുക. നിങ്ങൾ നമ്മുടെ A4 ഷീറ്റ് എടുക്കുക. A4 ഷീറ്റിൽ സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു എന്നെ എഴുതാം. ഇവിടെ എന്നെന്താ? എത്ര എണ്ണാണോ കൂട്ടണേ അത്രയാണ്. ഈസിയാന്ന് വിചാരിക്കണോ? അതായത് എന്തിന്റെ സമ്മ? ഓട് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്കിവിടെ 4 സംഖ്യകൾ തന്നു. 1, 3, 5, 7. അപ്പൊ ഇവിടെ മധ്യപദം ഇല്ല. പക്ഷെ നടുക്കിൽ 2 പദങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ സെന്ററിൽ 3 ഉണ്ട് 5 ഉണ്ട്. ഇപ്പുറത്ത് ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം ആയിട്ട് 1, 7 കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പെയറാക്കാം. ആർക്കാ പേര്? ഈ പറഞ്ഞ ഫസ്റ്റ് ടൈമും ഈ പറഞ്ഞ ലാസ്റ്റ് ടൈമും പേരാ. ഈ പറഞ്ഞ സെക്കൻഡ് ടൈമും ഈ പറഞ്ഞ തേർഡ് ടൈമും പേരാ. അപ്പൊ നമുക്കിവിടെ എന്താ ആദ്യം പേരുകളുടെ പ്രത്യേകത ചെയ്താ. അപ്പൊ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഈക്വൽ ടു സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം. അത് ശരിയാവും നോക്കാം. 1, 7 കൂട്ടി 8 ആണ്. 3, 5 കൂട്ടിയാൽ 8 തന്നെ. ഇവിടെ ഞാൻ ഈവൻ നമ്പർ വന്നപ്പോൾ അതായത് 4 നമ്പറുകൾ വന്നു. അതൊരു ഈവൻ നമ്പറാണ്. അപ്പോൾ 1, 3, 4, 4, 5, 9, 9, 7, 16. അപ്പോൾ ഇതിന്റെ തുക കാണാനും നമുക്കൊരു പ്രത്യേകത. അപ്പോൾ ഇതായത് നമുക്കിവിടെ വിരലിൽ എണ്ണാവുന്ന സംഖ്യ ആയതുകൊണ്ട് നമുക്കിത് ഈസിയായി. ഇനി അതേ സ്ഥാനത്ത് ഒരുപാട് നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് അത്ര എളുപ്പമാവില്ല. അപ്പം അതിനുവേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിക്കണം. അതായത്
ഒരു പെയറിന്റെ സം ഇൻറ്റു നമ്പർ ഓഫ് പെയർസ്. എന്ത് കാണാനുള്ള ഇക്വേഷനാ? സമ്മ് കാണാനുള്ള ഇക്വേഷൻ. ഒരു തുക കാണാനുള്ള ഇക്വേഷൻ. തുക സമം ഒരു ജോഡിയുടെ തുക ഇൻറ്റു ജോഡികളുടെ എണ്ണം. എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇവിടെ ഈ 4 നമ്പറുകളുടെ തുക കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ജോഡി എടുക്കുക. ആരൊക്കെയാ? 1 7 എത്രയാ? 8. ഇതിൽ എത്ര പേരുണ്ട്? 2 2. അതായത് 2 പേരുള്ളത്. ഇത് 2 കൂട്ടി ഒരു പേര്, ഇത് 2 കൂട്ടി ഒരു പേര്, 2 പേര് 16. അപ്പൊ ഇത് ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കിട്ടി. അപ്പൊ വലിയ ഏതെങ്കിലും നമ്പർ എടുത്തിട്ട് നമുക്കത് ചെയ്ത് നോക്കണം. എന്നാൽ തന്നെയാണ് ഈ ഒരു ഇക്വേഷന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ഇക്വേഷൻ നിങ്ങൾ സ്പോട്ടിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫയൽ എടുക്കുക, ഫയൽ A4 ഷീറ്റ് എടുക്കുക, അതിൽ എഴുതി വയ്ക്കുക. ഈ സംഖ്യ അങ്ങനെ പോയിട്ട് ഒരു 40-ലെത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ തുക കാണാനായിട്ട് പറഞ്ഞു. ഇതിൻ്റെ തുക കാണാനായിട്ട് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പോലെ ആദ്യത്തെ നമ്പറും ലാസ്റ്റത്തെ നമ്പറും എന്ത് ചെയ്യുക? അവരെ തമ്മിൽ കൂട്ടുക. അപ്പോൾ നമുക്ക് ഒരു ജോഡിയുടെ തുക കിട്ടും. അപ്പോൾ എത്രയാ? തുക സമം ആദ്യത്തെ നമ്പറും ലാസ്റ്റ് നമ്പറും 42 ഇൻറ്റു ഇതിൽ എത്ര ജോഡിയുണ്ട് അല്ലെങ്കിൽ എത്ര പേരുകളുണ്ട്? 40 എണ്ണം എന്ന് പറയുമ്പോൾ 20 പേരുകളായിരിക്കും. അപ്പോൾ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 42ന്റെ ഇരട്ടി 84 വരും. ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ 840. ഇതോടുകൂടി ഞാൻ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതേപോലെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തു തരാം. എല്ലാ വിഷയങ്ങളും ഇതേപോലെ ചെയ്തു തരാം. എല്ലാ വിഷയങ്ങളും എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ഞാൻ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യണോ, നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും.